CEOs ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് CEO ഇത് എവിടെ വരെ എത്തിക്കണം ആസ് എൻ ഏജൻസി? എപ്പോഴും 0 to ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ഏജൻസി എപ്പോഴും എത്തിക്കേണ്ട ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പോയിന്റ് വരെ ആൾക്കാർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് നിങ്ങൾ ഏജൻസി എത്തിക്കണം എന്ന് പറയും. അതായത് ഏജൻസി ഒരു ക്ലയൻറ്റ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അവരെ മൊത്തം ഡാറ്റ ഉള്ളത്. അപ്പം നമുക്കൊരു പുതിയ ഒരാളെ കൊണ്ട്, അല്ലെങ്കിൽ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ കൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്യുമ്പോഴാണ് ഇത് മൊത്തം പോകുന്നത്. ഇപ്പം എനിക്കുള്ള ഒരു ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ വെരി സീനിയർ പേഴ്സൺ ഈസ് ഗോയിങ്, ഐ ക്യാൻ ബ്രിങ് എ പേഴ്സൺ വിത്ത് എ വെരി ഗുഡ് സാലറി ഇൻ ടു ദാറ്റ് റോൾ. നമുക്ക് ചീത്ത ഉറപ്പാട്ടോ, ഈ ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞു, സോറി. അപ്പം ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർ നോക്കിക്കോളും. അപ്പം ഞാനെപ്പോഴും പറയും, നിങ്ങൾ ഏജൻസി എത്തേണ്ട ആ പോയിന്റിലേക്കാണ്. അപ്പം എത്തുമ്പോൾ നിങ്ങൾക്ക് പേടി കുറച്ച് കുറവായിരിക്കും. അതായത് ഇവർ പോയി കഴിഞ്ഞാലും ഐ ബി ഓക്കെ എന്നുള്ളതല്ല, നമുക്ക് അത് നല്ല പേയ്മെന്റ് കൊടുത്തിട്ട്, അതേ പേയ്മെന്റ് കൊടുത്തിട്ട് വേറൊരാളെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കൂടുതലും സംഭവിക്കുന്നുണ്ട്, നമ്മളെ കൂടെ കുറേ വർഷം ഉണ്ടായ ആൾക്കാർ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ വേറൊരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ ഫ്രഷറിനെ ഇടുമ്പോഴാണ് ഇത് മൊത്തം കാര്യങ്ങൾ പോകുന്നത്. അപ്പം ആ പൊസിഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ ടോപ്പ് ലൈനിൽ ഹയറിങ് നോക്കുമ്പോൾ സ്കില്ലാണ് കൂടുതൽ മെട്രിക്. അപ്പം ടോപ്പ് ലൈനിൽ സ്കില്ല് നല്ല അറിയുന്ന ആൾക്കാരെ ഹയർ ചെയ്യണമെങ്കിൽ എത്ര പൈസ നമ്മളൊരു ഏജൻസിക്ക് വേണം? കറക്റ്റ്. അവിടം വരെ എത്തിക്കലാണ്. അവിടെ വരെ എത്തിക്കും. പക്ഷെ ഇപ്പം നിന്റെ ഒരു അഭിപ്രായത്തിൽ, ഇത്രയും ഉണ്ടാക്കിയ അഭിപ്രായത്തിൽ എത്രയാണ് ആ റവന്യൂ സ്റ്റേജ്? എത്രയാണ്? ഞാൻ ഏകദേശം ഒരു 30 to 40 lakhs ഫൗണ്ടർ ഡ്രൈവ് ചെയ്യണം പെർ മന്ത്. 30 to 40 lakhs ആകുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും, ടീം ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടീം ഡ്രൈവ് ചെയ്തു. സോ 0 to 40 lakhs ഇറ്റ്സ് ദ ഫൗണ്ടേഴ്സ് ജോബ് ടു ഗെറ്റ് ഇറ്റ് ദർ. കാരണം അതെത്തിക്കഴിഞ്ഞാൽ 0 to 20 lakhs സിസ്റ്റം വാസ് നോട്ട് ഇനഫ് ഫോർ മീ. ബിക്കോസ് വെൻ ഐ വാസ് 0 to 20 lakhs ഉണ്ടാകുമ്പോഴേക്ക് എനിക്ക് പ്രോജക്ട് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് എവറിത്തിങ് ഇസ് ഡൂയിങ് ബൈ പ്രോജക്ട് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അത് ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ ഇൻ ബിഗ് ടൈം. പിന്നെ ഒരുപാട് ടൂൾസ് കാര്യങ്ങൾ, ഞങ്ങളിപ്പോൾ മൊത്തം സോഹോ എക്കോസിസ്റ്റത്തിലേക്ക് മാറി. അപ്പം അത് ആഫ്റ്റർ 30 എത്തുമ്പോഴാണ് അതും കൂടി എനിക്ക് അഫോർഡബിൾ ആവാൻ തുടങ്ങിയത്. അപ്പം ഈ പ്രോജക്ട് മാനേജർ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്ത് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ആ പ്രോജക്ട് മാനേജറിനെ വിളിച്ചാൽ മതി. ഓക്കെ. അപ്പം അതുവരെ ആ ഒരു ഫൗണ്ടറിനെ ഡ്രൈവ് ചെയ്യണം.